നമുക്ക് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നെയാണ് വേറൊരു ഫോമിൽ, അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫോം എന്ന് പറഞ്ഞാൽ -∞ to ∞ f(x) dx എന്നുള്ളൊരു ഫോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ -∞ to ∞ f(x) ഇൻറ്റു sin sx dx അല്ലെങ്കിൽ cos xx dx, ഈ ഒരു ഫോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻ p(x/q(x) ഫോമിലാണെങ്കിൽ നമ്മൾ പോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? q(x)ൻ്റെ സീറോസ് ആണ് കണ്ടുപിടിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ റിയൽ ആക്സിസിൽ സീറോസ് ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സീറോസും കിടക്കുന്നത് എന്താണ്? എബവ് റിയൽ ആക്സിസ്, അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ കോഷി തിയറി പ്രകാരം നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് കർവിൽ അതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് കർവ്. ഈ ക്ലോസ്ഡ് കർവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ആദ്യം -r to r ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ ഈ ക്ലോസ്ഡ് കർവിൽ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കർവ് കിട്ടും, ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള കർവ് കിട്ടും. അതാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി f(z) ഇൻറ്റു e⁻i(z)x. അതെന്താ അങ്ങനെ ചെയ്ത് വെച്ചാൽ e⁻iz എന്ന് പറഞ്ഞാൽ എന്താ? e⁻iz എന്ന് പറഞ്ഞാൽ cos z പ്ലസ് i sin z ആണ്. അപ്പോൾ കോസോ സൈനോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് e⁻iz കണ്ടിട്ട് അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുമ്പ് പഠിച്ച ഫോർമുല പ്രകാരം നമുക്ക് കോഷി റെസിഡ്യൂ തിയറി പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സിംഗുലർ പോയിൻറ്റ്സ് കിടക്കുന്നുണ്ടെങ്കിൽ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് സിംഗുലർ പോയിൻറ്റ്സ് ലൈ ഇൻസൈഡ് ദാറ്റ് കർവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ഫോർമുല തന്നെയാണ് നമ്മളിവിടെയും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സീനെ നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ ഓവർ സി f(z) ഇൻറ്റു e⁻isz dz ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് f(z) e⁻isz എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സീനെ ആ ക്ലോസ്ഡ് കർവിനെ എങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? -r to r ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം, അതുപോലെ ഇൻ്റഗ്രൽ ഓവർ സി ആ ഹാഫ് സർക്കിളായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കേസിലെല്ലാം നമ്മൾ ഈ ഒരു വാല്യൂ 0 ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതിനോട് ഈക്വൽ ആയിരിക്കും, ഇതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ -r to r f(x) ഇൻറ്റു e⁻isx dx ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് f(z) ഇൻറ്റു e⁻isz എന്ന് എഴുതാൻ പറ്റും. ഇനി CP ഓഫ് ഇൻ്റഗ്രൽ -∞ to ∞ f(x) ഇൻറ്റു e⁻isx എന്നുള്ളത് -∞ to ∞ f(x) ഇൻറ്റു e⁻isx dx ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഈ വാല്യൂം കൂടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ CPV എന്ന് പറഞ്ഞാൽ ഇതിനോട് ഈക്വൽ ആണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? -∞ to ∞ f(x) ഇൻറ്റു e⁻isx dx. ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് f(z) ഇൻറ്റു e⁻isz. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സിംഗുലർ പോയിൻറ്റ്സ് എല്ലാം അപ്പർ ഹാഫ് പ്ലെയിനിൽ ഈ കർവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സിംഗുലർ പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ e⁻ to ∞ f(x) ഇൻറ്റു cos sx ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ -2π ഇൻറ്റു, അതായത് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് -2π ഇൻറ്റു ഈ സെയിം റെസിഡ്യൂവിൻ്റെ ഇമാജിനറി പാർട്ടിൽ -2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി സൈൻ ആണെങ്കിൽ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഈ സെയിം ആൻസറിൽ റെസിഡ്യൂ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റിയൽ പാർട്ട് കാണുക, റിയൽ പാർട്ട് കണ്ടതിന് ശേഷം 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 3 ഫോർമുല മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് എല്ലാ ഇൻ്റഗ്രൽസും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ ഇതിൽ നിന്ന് വ്യത്യാസം, നേരത്തെ നമുക്ക് -∞ to ∞ f(x) എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോഴാണ് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ കോസ് ആണ് വന്നതെങ്കിൽ നമ്മൾ ഇത് ചെയ്തതിന് റെസിഡ്യൂ കണ്ടതിന് ശേഷം f(z) ഇൻറ്റു e⁻izx ൻ്റെ റെസിഡ്യൂ കണ്ടതിന് ശേഷം ഇമാജിനറി പാർട്ട് കണ്ടിട്ട് അതിന് -2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സൈനാണ് ചോദിച്ചതെങ്കിൽ റെസിഡ്യൂ കണ്ടതിന് ശേഷം അതിൻ്റെ റിയൽ പാർട്ട് കണ്ടിട്ട് അതിന് 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ -∞ to ∞ cos 3x/x² + 1² dx ഇസ് ഈക്വൽ ടു 2π/e⁻3. അത് പ്രൂവ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ sin 3x/x² + 1² dx ഇസ് ഈക്വൽ ടു 0 എന്നും പ്രൂവ് ചെയ്യാം. ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനെ കൂടെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? e⁻i3z അല്ലെങ്കിൽ i3x ഇവിടെ x മാറ്റി നമ്മൾ z ആക്കിയിട്ടാണ് ചെയ്യുക. e⁻i3z ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഇൻ്റഗ്രലിൻ്റെയും ആൻസർ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ f(z) എന്തെടുക്കുക? ഈ സൈനും കോസൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ f(z) ആയിട്ട് കൺസിഡർ ചെയ്യുക.
അപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z² + 1 അതിൻ്റെ സിംഗുലാരിറ്റീസ് എന്താ വരിക? z² + 1 സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു +or-i എന്നാണ് വരിക. അതിൽ അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്നത് ഏതൊരു മാത്രമാണ്? ഐ മാത്രമാണ് അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്നത്. അപ്പോൾ അതിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എഫ് ഓഫ് സെഡിനെ നമുക്ക് എന്ത് എഴുതാം? 1/z² + 1 ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിട്ട് നമുക്ക് 2 സിംഗുലർ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഐ എന്നുള്ളത് ഒരു സിംഗുലർ പോയിൻ്റ് ആണെങ്കിൽ, ഐ എന്നുള്ളത് അതിൻ്റെ റൂട്ടാണെങ്കിൽ നമുക്ക് z+i എന്നുള്ള ഒരു ഫാക്ടറായിട്ട് പറയാൻ പറ്റില്ലേ? അതുപോലെ z-i ഒരു ഫാക്ടറായിട്ട് പറയാൻ പറ്റും. അപ്പോൾ z² + 1 നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? z+i × z-i എന്ന് എഴുതാം. പിന്നെ ഹോൾ സ്ക്വയർ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഇങ്ങനെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു 1/z+i × z-, അപ്പോൾ 1/z+i ഹോൾ സ്ക്വയർ എന്നും എഴുതാം, അതുപോലെ z-i ഹോൾ സ്ക്വയർ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും കേട്ടോ അതിനെ. അപ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ 1/x² + 1 ഹോൾ സ്ക്വയർ cos 3x dx കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ -∞ to ∞ f of x × cos 3x ഫോമാണ്. ഇതിൻ്റെ ആൻസർ കാണാനായിട്ട് -2π × ഇമാജിനറി പാർട്ട് ഓഫ് റെസിഡ്യൂ ഓഫ് f of z × e⁻⁻³ കണ്ടാൽ മതി. അപ്പോൾ എങ്ങനെയാണ് റെസിഡ്യൂ ഓഫ് f of z × e⁻⁻³ വന്നത്? cos 3x എന്ന് വന്നതുകൊണ്ടാണ് കേട്ടോ. e⁻⁻³ എങ്ങനെയാണ് റെസിഡ്യൂ കാണാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റെസിഡ്യൂ കാണാനായിട്ട് എഫ് ഓഫ് സെഡിനെ ഫൈ ഓഫ് സെഡ് ബൈ സം പോളിനോമിയൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫോമിൽ പഠിച്ചിട്ടില്ലേ? ആ ഒരു ഫോമിലാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ ഓഫ് e⁻⁻³ ബൈ z² + 1 ഹോൾ സ്ക്വയർ ആണ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് z ഈക്വൽ ടു ഐയിലാണ് കാണേണ്ടത്. ഓക്കെ, z ഈക്വൽ ടു ഐയിൽ റെസിഡ്യൂ മാത്രമാണ് കാണേണ്ടത്. അപ്പോൾ z ഈക്വൽ ടു ഐയിൽ റെസിഡ്യൂ കാണാൻ z-i ഫാക്ടറായിട്ട് വരുന്നതാണ് താഴെ എഴുതേണ്ടത്. ബാക്കി ഇതിനെ മൊത്തം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഫൈ ഓഫ് സെഡ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, e⁻⁻³ ഡിവൈഡഡ് ബൈ z+i × z-i അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞു എഫ് ഓഫ് സെഡിനെ. z+i × z-i ഹോൾ സ്ക്വയർ. അതിൽ നമുക്ക് ആവശ്യം ഏതാണ്? ഐ എന്നുള്ള പോയിൻറ്റിൻ്റെ സിംഗുലർ പോയിൻറ്റ്. ഐ റൂട്ടായിട്ട് വരണമെങ്കിൽ z-i ആണ് ഫാക്ടറായിട്ട് വരേണ്ടത്. അപ്പോൾ z-iനെ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതിയിട്ട് ബാക്കിയുള്ളതിനെല്ലാം ന്യൂമറേറ്റർ എഴുതും. അതാണ് നമ്മുടെ ഫൈ ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ ഐ എന്നുള്ളത് ഇവിടെ എന്തായിട്ടാണ് വരുന്നത്? ഡബിൾ പോളാണ്, സിമ്പിൾ പോളല്ല ഡബിൾ പോളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ റെസിഡ്യൂ കാണാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് സെഡ് ബൈ z-i ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ വരികയാണെങ്കിൽ ഇത് > 1 ആയതുകൊണ്ട്, അതായത് ഇവിടെ 2 അല്ല വന്നിരിക്കും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കുക? 5m-1 ഓഫ് z0 ഡിവൈഡഡ് ബൈ m-1 ഫാക്ടോറിയൽ എന്നുള്ളൊരു ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഡബിൾ പോൾ ആയതുകൊണ്ട് 2 - 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ 5' ഓഫ് z0ൻ്റെ വാല്യൂ ഇവിടെ i ആണ്. 5' ഓഫ് i ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എന്നാണ്, അതുകൊണ്ടാണ് എഴുതാതിരുന്നത്. ഓക്കെ, 5' ഓഫ് i. അപ്പോൾ ഇവിടുത്തെ ഫൈ ഓഫ് സെഡ് എന്തായിരുന്നു? ഫൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ എഴുതിയിട്ടുള്ള ഫംഗ്ഷൻ, അതായത് e⁻⁻³ ബൈ z+i ഹോൾ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ട്. ആ ഡെറിവേറ്റീവിൽ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5' ഓഫ് ഐയുടെ വാല്യൂ കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ മതി. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക -i ഡിവൈഡഡ് ബൈ e³ എന്നാണ്. ഇതാണ് നമ്മുടെ റെസിഡ്യൂ കിട്ടിയത്. ഓക്കെ, റെസിഡ്യൂ കിട്ടിയത് എന്താണ്? -i ഡിവൈഡഡ് ബൈ e³. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കോസിൻ്റെ ആണ് കിട്ടുന്നത് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? -2π × ഈ റെസിഡ്യൂവിൽ ഇമാജിനറി പാർട്ട്, ഈ റെസിഡ്യൂവിലത്തെ ഇമാജിനറി പാർട്ട്, അതിൽ ഇമാജിനറി പാർട്ട് എന്താ വരിക? -1/e³. -1/e³ -2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 2π/e³. സൈൻ്റെ ആൻസർ കിട്ടാൻ എന്താ ചെയ്യാം? ഈ റെസിഡ്യൂവിൽ റിയൽ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? 2π കൊണ്ട് മൾട്ടിപ്ലൈ. റിയൽ പാർട്ട് ഇല്ല, i/e³ എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് ഇല്ല, അപ്പോൾ 0 ആണ്. റിയൽ പാർട്ട് 0 ആണ്. റിയൽ പാർട്ട് 0 ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2π × 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ റെസിഡ്യൂ എന്നല്ല കേട്ടോ, റിയൽ പാർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കാം, റിയൽ പാർട്ട് എന്നാണ്, തെറ്റി എഴുതിയത്, റെസിഡ്യൂ അല്ല, റിയൽ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ആൻസർ 0. അപ്പോൾ അത് രണ്ടും പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇഫ് s > 0 and a > 0 ദെൻ 3 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്യാണ്. ഇൻ്റഗ്രൽ -∞ to ∞ e⁻⁻isx ഡിവൈഡഡ് ബൈ x² + a² ഈക്വൽ ടു π/a e⁻⁻as. കോസ് വരികയാണെങ്കിലും അത് തന്നെ π/a e⁻⁻as, സൈൻ വരികയാണെങ്കിൽ 0. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z² + a² 0, z ഈക്വൽ ടു +or-a. അതിൽ z ഈക്വൽ ടു IA എന്നുള്ളത് മാത്രമാണ് റിയൽ ആക്സിസിൻ്റെ എബവ് കിടക്കുന്നത്. ദാറ്റ് ഈസ് അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കുന്നത് IA മാത്രമാണ്. -i എന്നുള്ളത് താഴെയാണ് കിടക്കുക. അപ്പോൾ നമുക്ക് ആവശ്യം IA മാത്രമാണ്. ഇപ്പോൾ എഫ് ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? z² + a² നമുക്ക് z+ia × z-ia എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് × e⁻⁻isz ൻ്റെ
റെസിഡ്യൂ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനെ എഫ് ഓഫ് സെഡിനെ നമ്മൾ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് ആവശ്യം സെഡ് ഈക്വൽ ടു ഐ എ ആയതുകൊണ്ട് സെഡ് മൈനസ് ഐ എ നമ്മൾ ഡിനോമിനേറ്റർ എഴുതി, ബാക്കി എല്ലാത്തിനും ന്യൂമറേറ്റർ എഴുതി. അപ്പോൾ നമ്മുടെ ഫൈ ഓഫ് സെഡ് എന്ത് കിട്ടി? ഇ റേസ് ടു ഐ എസ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ എ. അതാണ് നമ്മുടെ ഫൈ ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെഡ് ഈക്വൽ ടു ഐ എന്നുള്ള സിമ്പിൾ പോള ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്കതിൻ്റെ ഫൈ ഡാഷ് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ എഴുതിയത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഫൈ ഡാഷ് അല്ല, അത് തെറ്റുണ്ട്. ഇത് ഇങ്ങനെയാണ്, ഇവിടെ ഫൈ ഓഫ് ഐ എ എന്നാണ് കേട്ടോ, ഫൈ ഡാഷ് ഇല്ല, ഫൈ ഡാഷ് ഇല്ല, ഫൈ ഓഫ് ഐ എ എന്നാണ് കേട്ടോ, ശ്രദ്ധിക്കണേ, ഫൈ ഓഫ് ഐ എ എന്നാണ്, സിമ്പിൾ പോൾ ആയതുകൊണ്ട് കേട്ടോ, ഫൈ ഓഫ് ഐ എ എന്നാണ്. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു ഐ എ ഡിവൈഡഡ് ബൈ ഐ എ പ്ലസ് ഐ എ. അത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക? ഫൈ ഓഫ് ഐ എയുടെ ആൻസർ കിട്ടും. ഇനി അപ്പോൾ നമുക്ക് റെസിഡ്യൂ കിട്ടി കേട്ടോ, ഇതാണ് നമ്മുടെ റെസിഡ്യൂ. ഇനി നമുക്ക് അപ്പോൾ ഇ റേസ് ടു ഐ എസ് എക്സിൻ്റെ ആൻസർ കാണാനായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇ റേസ് ടു ഐ എക്സ് എക്സിൻ്റെ ആൻസറിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, എന്താ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. അപ്പോൾ 2πi ഇൻറ്റു ഇപ്പോൾ കിട്ടിയ റെസിഡ്യൂ എന്നോടുകൂടി ചേർത്ത് എഴുതാം. 2πi ഇൻറ്റു റെസിഡ്യൂ ചേർത്ത് എഴുതിയപ്പോൾ ആൻസർ എന്ത് കിട്ടി? പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ എ. ഇനി കോസിൻ്റെ ആൻസർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ റെസിഡ്യൂ കിട്ടിയതിൽ എന്ത് ചെയ്യാം? ഇമാജിനറി പാർട്ടിനെ, റെസിഡ്യൂവിൻ്റെ ഇമാജിനറി പാർട്ടിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലാണ് ഐ കിടക്കുന്നത്, അതിനെ ന്യൂമറേറ്ററിലേക്ക് ആക്കാൻ രണ്ടിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇമാജിനറി പാർട്ട് എഴുതണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഇ റേസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ 2a. അതിനൊരു മൈനസ് സൈനും കൂടി വരും, ശ്രദ്ധിച്ച് എഴുതണം. ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നുകൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഇനി സൈനിൻ്റെ ആൻസർ കിട്ടാൻ 2π ഇൻറ്റു റിയൽ പാർട്ട് ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് 0 ആണ്, അതിൻ്റെ ആൻസർ 0 ആണ്. ഇനി ഈ രീതിയിൽ ഈ ഫോർമുല ഉപയോഗിക്കാണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഫോർമുല ഉപയോഗിക്കാണ്ട് നമുക്ക് ആൻസർ കാണാൻ പറ്റും. എങ്ങനെയാണ് ആൻസർ കാണാൻ പറ്റുക? നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻറ്റഗ്രലിനെ, സെയിം ഇൻറ്റഗ്രലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻറ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ഐ എക്സിനെ എങ്ങനെ എഴുതുക? കോസ് എസ് എക്സ് പ്ലസ് ഐ സൈൻ എസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഈ സെയിം ഇൻറ്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എസ് എക്സ് പ്ലസ് ഐ സൈൻ എസ് എക്സ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ കോസ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ആൻസർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിലത്തെ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ, അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ വരിക. ഇനി സൈൻ ബൈ ഇത്രയും ഭാഗത്തിൻ്റെ ആൻസർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഈ ആൻസറിൻ്റെ ഇമാജിനറി പാർട്ട്, ഇതിൽ ഇമാജിനറി പാർട്ട് ഇല്ലല്ലോ, അപ്പോൾ 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചത് കൊണ്ട് അതിൽ നിന്ന് അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ കോസിൻ്റെ ആൻസർ കിട്ടാനായിട്ട് റിയൽ പാർട്ട് എഴുതുക, സൈനിൻ്റെ ആൻസർ കിട്ടാൻ ഇമാജിനറി പാർട്ട്, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് ഫോർമുല ഓർമ്മയിലേക്ക് അങ്ങനെ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള ഫോർമുല കോസിൻ്റെ കിട്ടാനായിട്ട് -2π ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് പഠിച്ച ഫോർമുലയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലും ആൻസർ കിട്ടും. ഓക്കെ.